ഹായ് ഫ്രണ്ട്സ്, ഇൻഷോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ വിലങ്ങൻ ഹിൽസിലേക്കാണ്. വിലങ്ങൻ കുന്ന് നിങ്ങൾ ഇതുവരെ കാണാത്തൊരു സ്ഥലമാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ്. കൊറോണയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും ഈ വിലങ്ങൻ കുന്ന് സഞ്ചാരികൾക്ക് തുറന്നു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാം വിലങ്ങൻ കുന്നിലേക്ക്. തൃശ്ശൂർ കുന്നംകുളം സ്റ്റേറ്റ് ഹൈവേയിൽ അമല ഹോസ്പിറ്റലിൻ്റെ സമീപമാണ് വിലങ്ങൻ കുന്ന് അമ്യൂസ്മെൻറ്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ടൗണിൽ നിന്ന് 9 കിലോമീറ്ററും കുന്നംകുളത്ത് നിന്ന് 17 കിലോമീറ്ററുമാണ് വിലങ്ങൻ ഹിൽസിലേക്കുള്ളത്. അടാട്ട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഈ വിലങ്ങൻ കുന്നിന് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 260 അടി ഉയരം ഉണ്ട്. തൃശ്ശൂർ ടൗണിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് വിലങ്ങൻ കുന്ന്. ഇപ്പോൾ നമ്മൾ അമല ഹോസ്പിറ്റൽ കഴിഞ്ഞിരിക്കുകയാണ്. കുന്നംകുളം ഭാഗത്തു നിന്ന് വരുമ്പോൾ അമല ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ചുകൂടി നേരെ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വിലങ്ങൻ കുന്നിലേക്കുള്ള വഴി. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റമാണ്. ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പഴയ ടിക്കറ്റ് കൗണ്ടർ കാണാം. കുന്നിന് മുകളിൽ വരെ വാഹനത്തിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നുണ്ട്. ബൈക്കിന് 10 രൂപയും കാറിന് 20-25 രൂപയാണ് ഈടാക്കുന്നത്. മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനും വേണ്ടി ധാരാളം പേർ ഇവിടെ വരാറുണ്ട്. പോകുന്ന വഴികളിലും കുന്നിന് മുകളിലും ധാരാളം ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയുടെ ഓക്സിജൻ ജാർ എന്നാണ് വിലങ്ങൻ കുന്ന് അറിയപ്പെടുന്നത്. വാഹനങ്ങളിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം വാഹനങ്ങൾ ഓടിക്കാൻ. ചില സ്ഥലങ്ങളിൽ വഴിക്ക് വീതി വളരെ കുറവാണ്. പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കുക. അങ്ങനെ നമ്മൾ വിലങ്ങൻ കുന്നിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുൻപിൽ തന്നെയാണ് 2 വീലർ പാർക്ക് ചെയ്യുന്ന സ്ഥലം. 4 വീലറുകളെല്ലാം ഉള്ളിലാണ് പാർക്ക് ചെയ്യുന്നത്. എൻട്രൻസ് ഫീ ഒരാൾക്ക് 20 രൂപയാണ്. അതുപോലെ പ്രവേശന സമയം എന്ന് പറയുന്നത് 9 മണി മുതൽ 6 മണി വരെയാണ്. നല്ലൊരു സമയം എന്ന് പറയുന്നത് ഈവനിങ്ങിൽ തന്നെയാണ്. 3 മണി മുതൽ 6:30 വരെ നമുക്ക് ഇവിടെ ചിലവഴിക്കാനായിട്ട് സാധിക്കും. സൺസെറ്റും കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാവുന്നതാണ്. എൻട്രൻസ് ഗേറ്റ് കടന്നതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ആംഫി തിയേറ്റർ കാണാനായിട്ട് സാധിക്കും. ഏകദേശം 2500 പേരെ ഉൾക്കൊള്ളാവുന്ന ഒരു സ്റ്റേഡിയം തന്നെയാണിത്. എൻ്റെ പുറകിൽ കാണുന്ന ഈ സ്റ്റേജിൽ ഒരുപാട് കലാസാംസ്കാരിക പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. ഭയങ്കര എക്കോയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ മൈക്കില്ലെങ്കിലും വളരെ ഉച്ചത്തിൽ എല്ലാവർക്കും കേൾക്കാനായിട്ട് സാധിക്കും. പഴയ കാലത്തുണ്ടായിരുന്ന ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച നടപ്പാതയാണ് ഇപ്പോൾ കാണുന്നത്. ബാക്കി ഭാഗങ്ങളിലെല്ലാം ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള ടൈൽ പാതകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ലോക്ക്ഡൗണിന് ശേഷം ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാവരും കൊറോണ പ്രോട്ടോകോൾ പാലിക്കേണ്ടതാണ്. തൃശ്ശൂർ ജില്ലാ ടൂറിസം വകുപ്പിന് കീഴിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ വിലങ്ങൻ കുന്നിന് മുകളിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഷാരൂഖ് ഖാൻ നായകനായി വന്ന ദിൽസെ, മലയാളം സിനിമകളായ തൂവാനത്തുമ്പികൾ, ഇഷ്ടം തുടങ്ങിയവ. ജിയാജലെ എന്ന ഗാനത്തിൽ 10-20 ആനകൾക്ക് നടുക്ക് ഷാരൂഖ് ഖാൻ ഡാൻസ് ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ ചിത്രീകരിച്ചത്. അത്ഭുതം തോന്നുക. അന്ന് ഞാൻ നേരിട്ട് വന്ന് കയറേണ്ട ഇടമാണിത്. അത്തവണ ഇവിടെ ഒഴിവാക്കി ഞാൻ ഓടിപ്പോയി, വലിയൊരു മടുക്ക് പോലെ. ഇന്നിപ്പോ താക്കോൽ എരന്ന് വാങ്ങി ഇവിടെ വന്ന് കയറി. ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്കൊരു ഫുഡ് കോർട്ട് കാണാൻ പറ്റും. ഒരുവിധം സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ കിട്ടും. കുറച്ചുകൂടി നേരെ പോയാൽ പഴയ കിഡ്സ് പാർക്ക് കാണാം.
പുതിയതൊരെണ്ണം ഇപ്പോൾ അപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്കും കൂടെ വരുന്ന രക്ഷിതാക്കൾക്കും ഫ്രീ ആയി പ്രവേശനമുണ്ട്. കിഡ്സ് പാർക്കിന് തൊട്ട് ലെഫ്റ്റായി നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇത് പണ്ട് തൊട്ടേ ഞങ്ങൾ വരുമ്പോൾ കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് ആണ്. പിന്നീട് ഒരുപാട് പുതിയ വ്യൂ പോയിൻ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഒരു പിക്നിക് ടീമിനെ വന്ന് സംസാരിക്കാനുള്ള ഒരു സ്ഥലം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിലങ്ങൻ കുന്ന് തൃശ്ശൂർ ജില്ലയുടെ ഏകദേശം മധ്യഭാഗത്തായതുകൊണ്ട് നല്ല അന്തരീക്ഷമാണെങ്കിൽ ജില്ലയുടെ ഒരു 80% നമുക്ക് വിലങ്ങൻ കുന്നിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിലങ്ങൻ കുന്നിനടുത്ത് തന്നെയാണ് ശോഭ സിറ്റിയും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ദൂരമാണ് ശോഭ സിറ്റിയിലേക്കുള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ ശോഭ സിറ്റിക്ക് പിന്നിലായി തൃശ്ശൂർ ടൗണും പുത്തൻപള്ളിയുടെ ബൈബിൾ ടവറും കാണാനായിട്ട് സാധിക്കും. ഇവിടെ കുട്ടികൾക്ക് യഥേഷ്ടം ഫ്രീ ആയി ഒരുപാട് സമയം ചെലവഴിക്കാവുന്നതാണ്. കിഡ്സ് പാർക്കിലേക്ക് പോകുന്ന ഇരുമ്പ് പാലത്തിൽ വെച്ചാണ് ഇഷ്ടം എന്ന സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്. അച്ഛൻ എന്തോ ഒളിച്ചു വെക്കാനുണ്ട്. അതെന്താണെന്നാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞെട്ടണ്ട. കല്യാണ വീട്ടിൽ വെച്ച അച്ഛന്റെ മാറ്റങ്ങൾക്ക് തുടക്കമെന്നല്ലേ പവി പറഞ്ഞത്? അതെ. എന്തിനാ പരിഭ്രമിക്കുന്നു? പവി, സാധാരണ ഒരാണും പെണ്ണും തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ സിനിമകൾക്ക് പുറമെ വാമനപുരം ബസ് റൂട്ട്, ഏഴാം സൂര്യൻ തുടങ്ങിയ ചിത്രങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചുറ്റും നടന്നു കാണുന്നതിന് ഹാൻഡ് റെയിലോട് കൂടിയ നടപ്പാതകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ താവളം അടിച്ചിരുന്നതിൻ്റെ ഓർമ്മയ്ക്കായി പീരങ്കിയുടെ മോഡലും അതുപോലെ കൽത്തൂണുകളുടെ മോഡലും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സേവ് ദ ഡേറ്റ് പോലുള്ള ഫോട്ടോഷൂട്ടുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ലൊക്കേഷനുകളാണ് ഇവിടെയുള്ളത്. ഒരുപാട് ചിത്രശലഭങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വിലങ്ങൻ കുന്ന്. മഴക്കാലത്താണ് ഒരുപാട് ചിത്രശലഭങ്ങളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അതുപോലെ ഇവിടെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അവയ്ക്കെല്ലാം കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ പേരുകൾ നൽകിയിട്ടുമുണ്ട്. ഇവിടെ നല്ലൊരു കർഷക കുടുംബത്തിൻ്റെ ശില്പം മനോഹരമായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് പിന്നിലായി ഇപ്പോൾ അടുത്ത് വന്ന പുതിയ കിഡ്സ് പാർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കയറാൻ സാധിക്കുന്ന റൈഡുകളും ഇവിടെയുണ്ട്. ഈ വിലങ്ങൻ കുന്നിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഏകദേശം 5 ഏക്കർ സ്ഥലമാണ്. 2020 ലോക്ക്ഡൗണിന് തൊട്ട് മുൻപാണ് ഈ പുതിയ പാർക്കിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അതിനുശേഷം ലോക്ക്ഡൗണിന് ശേഷം ഇപ്പോഴാണ് വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നത്. ഇവിടേക്ക് പ്രവേശിക്കുന്നതിന് സെപ്പറേറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 30 രൂപയാണ് ഇവിടേക്ക് കയറുന്നതിനുള്ള ഫീ. 30 രൂപയുടെ ടിക്കറ്റ് കൊണ്ട് പ്രവേശനം മാത്രമല്ല ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു റൈഡിലും നമുക്ക് കയറാനായിട്ട് സാധിക്കും. വളരെ സുരക്ഷിതമായിട്ടാണ് ഓരോ റൈഡും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 30 രൂപ നിരക്കിൽ ഒരാൾക്ക് ഒരു റൈഡിൽ കയറാവുന്നതാണ്. ആളുകൾ വരുന്നതിനനുസരിച്ച് മാത്രമാണ് ഇപ്പോൾ റൈഡുകൾ പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പോൾ തിരക്ക് താരതമ്യേന കുറവാണ്. കുട്ടികൾക്ക് മാത്രമായി പെഡൽ ബോട്ടുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ ഇവിടെ 16D സിനിമ പ്രദർശനമുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് ഫീ വരുന്നത്. ഇത് കാണാൻ വരുന്നവർ ഈ നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കേണ്ടതാണ്. ഇതൊഴികെ ബാക്കി റൈഡുകളെല്ലാം എല്ലാ ദിവസവും വൈകുന്നേരം 3 മണി മുതലാണ് പ്രവർത്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് മറ്റു റൈഡുകളിൽ കയറണം എന്നാഗ്രഹിക്കുന്നവർ വൈകുന്നേരം 3 മണിക്ക് ശേഷം വരിക.
ഒരു റൈഡിന് 30 രൂപയും 4 റൈഡിന് 100 രൂപ എന്നീ തോതുകളിലെല്ലാം ഡിസ്കൗണ്ടുകളും ഇവിടെ നൽകപ്പെടുന്നുണ്ട്. ചില റൈഡുകളെല്ലാം വർക്കിംഗ് പ്രോസസ്സിലാണ്. ഈ ട്രെയിനെല്ലാം ട്രാക്ക് ഇട്ട് വരുന്നേ ഉള്ളൂ. ഇത് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല അനുഭവമായിരിക്കും. റൈഡുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോന്നിൻ്റെയും പ്രവർത്തന രീതി മനസ്സിലാക്കി കയറുക. പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തൊക്കെയായാലും ഒരു ദിവസത്തെ സായാഹ്നം വളരെ മനോഹരമായി ചിലവഴിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇവർ നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ടിക്കറ്റിൽ ഒരു റൈഡിൽ കയറാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ഈ ജയൻ്റ് വീല് തിരഞ്ഞെടുത്തു. കാരണം ജയൻ്റ് വീൽ തിരഞ്ഞെടുത്താൽ നമുക്ക് കുറേ കൂടി വ്യൂസ് ആസ്വദിക്കാനായിട്ട് സാധിക്കും. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കംഫർട്ടായ ഒരു റൈഡാണ് ജയൻ്റ് വീൽ. സാധാരണ നമ്മൾ കാണുന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ജയൻ്റ് വീൽ അല്ല ഇത് കുറച്ച് ചെറിയ മോഡലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ തൃശ്ശൂർ ജില്ലയിലെ ഒരുവിധം എല്ലാ പാടശേഖരങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചുറ്റും നടപ്പാതകളും അതിനോട് ചേർന്ന് വ്യൂ പോയിന്റുകളും നിർമ്മിച്ചിട്ടുണ്ട്. സമയം വളരെ ഇനി കുറവായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് വരാം. തൃശ്ശൂരിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുക. മരക്കൊമ്പുകളുടെ തടസ്സം കാരണം കുറേ വ്യൂസൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അടുത്ത വ്യൂ പോയിന്റിൽ നിന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് നടത്താൻ ആഗ്രഹിക്കുന്നവർ വീക്കെൻഡിൽ വരരുത്, തിരക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ഇടദിവസങ്ങളിൽ വന്ന് നിങ്ങൾക്ക് ഫോട്ടോഷൂട്ട് നടത്താവുന്നതാണ്. പടിഞ്ഞാറേ ഭാഗത്തായി സെൽഫി മുക്ക് എന്നൊരു ബോർഡ് കാണാം. എല്ലാവരും സെൽഫി എടുക്കുന്ന ഒരു സ്ഥലമാണിത്. അതിന് തൊട്ടടുത്തായി കുറച്ച് വലിയ ഒരു വ്യൂ പോയിന്റ് കാണാനായിട്ട് സാധിക്കും. അവിടെ നിന്നാൽ പടിഞ്ഞാറേ ഭാഗത്തുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. പുറനാട്ടുകര ചർച്ചാണ് ഈ കാണുന്നത്. ഇന്ന് ഒരുപാട് മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ടും മഴക്കാറുള്ളത് കൊണ്ടും സൺസെറ്റ് കാണാനാവുന്നില്ല. നല്ല കാലാവസ്ഥയാണെങ്കിൽ ഇവിടെ നിന്ന് വളരെ ക്ലിയറായി സൺസെറ്റ് ആസ്വദിക്കാവുന്നതാണ്. ഇവിടെ പുറത്തായി ഊഞ്ഞാലുകളും അതുപോലെ ഇരിപ്പിടങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കൽത്തൂണുകളുടെ ഫ്രണ്ടിലായി ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. ഈ ഓപ്പൺ സ്റ്റേജിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് ഇന്ന് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ കാര്യമായ പുരോഗമനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വരുന്നവർക്ക് നിരാശരാകാതെ സന്തോഷത്തോടെ തിരിച്ചു പോകാം. 2008 അഴീക്കോട് മാഷ് നട്ട മരമാണിത്. ഈ കൊറോണ കാലത്ത് മൈൻഡെല്ലാം റിഫ്രഷ് ആക്കുവാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഈ വഴിക്ക് പോകുന്നവരാണെങ്കിൽ ഇവിടെ കയറാൻ മറക്കരുത്.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.